ഹായ് എവ്രി വൺ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിങ്ങിന്റെ ഒരു 2 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ റീഡിങ് ബി പാർട്ടിന്റെ കുറച്ച് കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നോക്കിക്കേ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ എക്സ്ട്രാക്ട് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഗൈഡ്. അപ്പം ഇതിന് മുന്നത്തെ വീഡിയോയിൽ പർപ്പസ് ടൈപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്, കീവേഡ് ബേസ്ഡ് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് പർപ്പസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ കീവേഡോ ഒന്നും കിട്ടത്തില്ല അല്ലെ. മൊത്തത്തിൽ ഒരു ഐഡിയ എടുത്തിട്ട് ഓപ്ഷൻസിൽ വന്ന് എലിമിനേറ്റ് ചെയ്യാന്നുള്ള ഒരു പോസിബിലിറ്റി മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പൊ അതുപോലെ നമുക്കിതും ചെയ്തു നോക്കാം. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, പർപ്പസ് അല്ലെ, ഇത് ഗൈഡ് ലൈൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് റൂൾസ് അല്ല, അത് മാർഗനിർദ്ദേശങ്ങളാണ് അല്ലെ. മാർഗനിർദ്ദേശങ്ങൾ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ റൂൾസ് വേറെ, ഗൈഡ് ലൈൻസ് വേറെ. റൂൾസ് പ്രോട്ടോകോൾസ് എന്നൊക്കെ പറയുന്നത് നിയമങ്ങളാണ് അല്ലെ. ഇതെന്ന് പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്നുള്ളത് ഗൈഡ് ലൈൻസ് അല്ലെ, രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് ഗൈഡ് ലൈൻസ് ആണ്, ഇതിൽ എന്താ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കേ, എന്താണ് അല്ലെ, എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്ട്രാക്ട് ആണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക്കോ ഒന്നുമില്ല അല്ലെ. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കണം അല്ലെ. ഓക്കെ, സോ ഇവിടെ ഫോർവേഡ് എന്ന് പറയുന്ന ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഫോർവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ആമുഖം, മുഖപുര എന്നൊക്കെ പറയത്തില്ലേ. നമ്മളൊരു പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അതിന് മുന്നേ ഒരു ആമുഖം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രോ ഒക്കെ കൊടുക്കത്തില്ലേ, ആ ഒരു സംഭവത്തിനെയാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമുക്കല്ലാതെ സെന്റൻസ് വായിച്ചു നോക്കാം. ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ് ഹാവ് ദ ഹയസ്റ്റ് ഇൻസിഡൻസ് ഓഫ് മെലനോമ ഇൻ ദ വേൾഡ്. അപ്പൊ മെലനോമ എന്താണെന്ന് അറിയാം അല്ലെ. മെലനോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ആണ്. ഓക്കെ, സോ ഇവിടെ ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡിനുമാണ് ഹയസ്റ്റ് ഇൻസിഡൻസ്, ഏറ്റവും കൂടുതൽ മെലനോമ വരുന്നത് അല്ലെ, വേൾഡിലെ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ. കോംപ്രഹെൻസീവ് അപ് ടു ഡേറ്റ് എവിഡൻസ് ബേസ്ഡ് നാഷണൽ ഗൈഡ് ലൈൻസ് ഫോർ മാനേജ്മെന്റ് ആർ ദെയർഫോർ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. ഇതിന്റെ ഇൻസിഡൻസ് കൂടുതലായതുകൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്രഹെൻസീവ് അല്ലെ. കോംപ്രഹെൻസീവ് എന്ന് വെച്ചാൽ സമഗ്രമായിട്ടുള്ളത് എന്നുള്ള മീനിങ് ആണ്. അതുപോലെ അപ് ടു ഡേറ്റ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള നാഷണൽ ഗൈഡ് ലൈൻസ് ഇതിന്റെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻസ് ആണ്. വെറും ഇമ്പോർട്ടൻസ് എന്നല്ല പറയുന്നത്, ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. അതുപോലെ ദെയർഫോർ അല്ലെ. ദെയർഫോർ എന്നൊക്കെ വരുന്നത് മിക്കവാറും നമുക്ക് ആൻസറിലേക്ക് എടുക്കാൻ പറ്റുന്ന സെന്റൻസുകളാണ് കേട്ടോ. സോ ഇൻസിഡൻസ് കൂടിയത് കൊണ്ട് ഇത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി both countries have populations of predominantly Celtic origin and in the course of day-to-day life their citizens are inevitably subjected to high levels of solar UV exposure. അതായത് രണ്ട് കൺട്രീസിലും സെൽറ്റിക് ഒറിജിൻ അല്ലെ, പ്രിഡോമിനന്റ്ലി അതായത് മെയിൻലി സെൽറ്റിക് ഒറിജിനിൽ വരുന്ന പോപ്പുലേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അല്ലെ, അതുപോലെ തന്നെ ഡേ ടു ഡേ ലൈഫിൽ ഈ സിറ്റിസൺസ് എന്ന് പറയുന്നത്, അതായത് ഈ രണ്ട് കൺട്രീസിലെ സിറ്റിസൺസ് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതെന്നുള്ള മീനിങ് ആണ്. ഹൈ ലെവൽസ് ഓഫ് സോളാർ UV എക്സ്പോഷർ അവർ നേരിടുന്നുണ്ട് അല്ലെ. UV എക്സ്പോഷർ ധാരാളമായിട്ട് ഹൈ ലെവലിലാണ് അവരെ അഫക്ട് ചെയ്യുന്നത്, അവര് നേരിടുന്നത് അല്ലെ. ഓക്കെ, സോ ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സെൽറ്റിക് ഒറിജിൻ ആണെന്ന് പറയുന്നുണ്ട്. സെൽറ്റിക് ഒറിജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിന്റെ മീനിങ് അറിഞ്ഞില്ലെങ്കിലും ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള പിള്ളേരാണ് അല്ലെ, ആൾക്കാരാണെന്നുള്ള മീനിങ് ആണ്. ആക്ച്വലി അതെന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ട്രൈബൽ ഗ്രൂപ്പ്സ്, അതായത് നമ്മുടെ സെൻട്രൽ വെസ്റ്റേൺ യൂറോപ്പിലൊക്കെയുള്ള ഇൻഡോ യൂറോപ്യൻ ട്രൈബൽ ഗ്രൂപ്പ്സിനെയാണ്, ആദിവാസികളെ പോലെയുള്ള ആൾക്കാരെയൊക്കെയാണ് ഈ സെൽറ്റിക് ഒറിജിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതെന്തോ ആയിക്കോട്ടെ, അത് ഇമ്പോർട്ടന്റ് അല്ല. ആ ഒരു വേർഡിന്റെ മീനിങ് അവിടെ ഇമ്പോർട്ടന്റ് അല്ല. സോ സെൽറ്റിക് ഒറിജിനുള്ള ആൾക്കാരും അല്ലെ UV എക്സ്പോഷർ ധാരാളമായിട്ട് നേരിടുന്ന ആൾക്കാരുമാണ് അവിടെ ഉള്ളത്. അപ്പൊ പിന്നെ അറിയാലോ, നമ്മള് മെലനോമ എന്ന് പറയുന്ന സ്കിൻ ക്യാൻസർ ആണ്. അപ്പോൾ കൂടുതലും UV എക്സ്പോഷർ വരുമ്പോഴാണ് ഈ ഒരു സ്കിൻ ക്യാൻസർ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് അവിടെ ഇൻസിഡൻസ് കൂടുതലാണ്. അതിന്റെ മെയിൻ റീസൺ എന്താണ്? UV എക്സ്പോഷർ അല്ലെ. ഇനി ദീസ് ടു ഫാക്ടേഴ്സ് ആർ കൺസിഡേർഡ് പ്രിഡോമിനന്റ്ലി റെസ്പോൺസിബിൾ ഫോർ വെരി ഹൈ ഇൻസിഡൻസ് ഓഫ് മെലനോമ. ഈ രണ്ട് റീസൺ ആണ് ഹൈ ഇൻസിഡൻസിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അല്ലെ, ഈ രണ്ട് ഫാക്ടേഴ്സ്, ഈ രണ്ട് നേഷൻസ്. ഇനി ഇൻ ഓസ്ട്രേലിയ മെലനോമ ഇസ് ദ തേർഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ മെൻ ആൻഡ് ഫോർത്ത് മോസ്റ്റ് കോമൺ ഇൻ വിമൺ. അതായത് മെന്നില് ഏറ്റവും കൂടുതൽ അല്ലെ ക്യാൻസർ വരാനായിട്ടുള്ള തേർഡ് മോസ്റ്റ് കോമൺ ക്യാൻസറും വിമണില് ഫോർത്ത് മോസ്റ്റ് കോമൺ എന്താണ് ക്യാൻസറും ആണ്. അതുപോലെ വിത്ത് ഓവർ 13,000 ന്യൂ കേസസ് ആൻഡ് ഓവർ 1750 ഡെത്ത്സ് ഈച്ച് ഇയർ അല്ലെ. ഓരോ വർഷവും 13,000 പുതിയ കേസുകളും
അതുപോലെ 1750 1750 ഡെത്ത്സും ഓരോ വർഷം തോറും അവിടെ നടക്കാറുണ്ട്. ഇനി ഇത് മൂലം അല്ലെ സ്കിൻ ക്യാൻസർ മൂലം. ഇനി ദ പർപ്പസ് ഓഫ് എവിഡൻസ് ബേസ്ഡ് ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് എനി മെഡിക്കൽ കണ്ടീഷൻ ഈസ് ടു അച്ചീവ് early diagnosis whenever possible, make doctors and patients aware of the most effective treatment options, and minimize the financial burden on the health system by documenting investigations and therapies that are inappropriate. അതായത് ഇങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് അല്ലെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഗൈഡ് ലൈൻസിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ വന്നാൽ അത് ഏർലി ഡയഗ്നോസിസ് അച്ചീവ് ചെയ്യാൻ അല്ലെ പോസിബിൾ ആണെങ്കിൽ, അതുപോലെ പേഷ്യൻസിനെയും ഡോക്ടേഴ്സിനെയും മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ച് ബോധവാന്മാരാക്കാനും, അതുപോലെ ഹെൽത്ത് സിസ്റ്റത്തിന് ഇത് ലേറ്റർ സ്റ്റേജ് ആണെങ്കിൽ ഫിനാൻഷ്യൽ ബർഡൻ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ നേരത്തെ തന്നെ അറിയിച്ച ആ ഒരു ഫിനാൻഷ്യൽ ബർഡൻ മിനിമൈസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് അല്ലെ. അതുപോലെ ഇൻവെസ്റ്റിഗേഷൻസ് ഡോക്യുമെന്റ് ചെയ്യാനും തെറാപ്പീസ് അല്ലെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തെറാപ്പീസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ബർഡൻ മിനിമൈസ് ചെയ്യാനൊക്കെ ഉള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പർപ്പസ് എന്ന് പറഞ്ഞത് ഇവിടെ പറയുന്നുണ്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യനും പർപ്പസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദെയർ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അല്ലെ. കോംപ്രഹെൻസീവ് അപ് ടു ഡേറ്റ് അല്ലെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട്. ഇനി ആ ഗൈഡ് ലൈൻസ് അല്ലെ അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് അവിടെയും കൊടുത്തിട്ടുണ്ട് താഴെയും അല്ലെ. സോ ഈ രണ്ട് സെന്റൻസ് മെയിൻലി ഫോക്കസ് ചെയ്യുക. ഇനി ഇൻ കേസ് അത് റിലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സെന്റൻസിനെ നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് വരും അല്ലെ. കാരണം പർപ്പസ് ആയതുകൊണ്ട്. കീവേഡ് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ രണ്ട് സെന്റൻസ് അല്ലെ ഓപ്ഷൻസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, ടു പ്രസന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ദ ഇൻസിഡൻസ് ഓഫ് മെലനോമ ഇൻ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ്. അപ്പൊ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ആ പറഞ്ഞ രണ്ട് സെന്റൻസ് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് വേണം ആദ്യം ചെക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും മെലനോമ ഇൻസിഡൻസ് ഉണ്ട്, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം അല്ലേ, 13,1750 ഡെത്ത്, മോസ്റ്റ് കോമൺ ക്യാൻസർ. അത് നോർമൽ ആയിട്ട് ഒരു സെന്റൻസ് ആയിട്ടാണ് പറയുന്നത് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. സോ അത് അവിടെ ഡൗട്ടിൽ ഇടുക. ബാക്കിയുള്ളതൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആൻസറിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഗൈഡ് ലൈൻസിൽ അവരെടുത്ത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ല. ഇത് എത്രത്തോളം മെലനോമ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രീനെ അഫക്ട് ചെയ്യുന്നു, നമ്മുടെ കൺട്രി അല്ല ആരും പറഞ്ഞ രണ്ട് കൺട്രീനെ അഫക്ട് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നു എന്നേ ഉള്ളൂ അല്ലെ. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഇത് മാനേജ് ചെയ്യാന്നുള്ള കാര്യമാണ്. ഇനി നോക്കിയേ, ടു സപ്പോർട്ട് ഏർലി ഡിറ്റക്ഷൻ ഓഫ് മെലനോമ ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. ഏർലി ഡിറ്റക്ഷൻ സപ്പോർട്ട് ചെയ്യുകയും അല്ലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് അത് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ എടുത്ത സെന്റൻസിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ. പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഏർലി ഡയഗ്നോസിസ്, അതായത് ഏർലി ഡിറ്റക്ഷനും ബെസ്റ്റ് ട്രീറ്റ്മെന്റ്സ് അല്ലെ, മോസ്റ്റ് ഇഫക്റ്റീവ് അതായത് ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അത് പറയുന്നുണ്ട്. നമ്മൾ എടുത്ത ആ ഒരു മെയിൻ പോയിന്റ് വെച്ചിട്ട് തന്നെ അത് നമുക്ക് ആൻസറിലേക്ക് വരുന്നുണ്ട്. അതെടുക്കാം. ഇനി സിയും കൂടെ നോക്കാം അല്ലെ. ഇപ്പം ഇത് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എ എലിമിനേറ്റ് ചെയ്ത് ബിയിലേക്ക് പോകാൻ പറ്റും. കാരണം എ നോർമൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, എന്നാൽ ബി കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടെന്നും പറഞ്ഞിട്ടാണ് പറയുന്നത് അല്ലെ. പർപ്പസ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. അപ്പൊ നമുക്ക് എ എലിമിനേറ്റ് ചെയ്തിട്ട് അപ്പൊ പിന്നെ ബി എടുക്കാൻ പറ്റും. ഇനി സിയും കൂടെ വായിക്കുമ്പോഴാണ് സി എലിമിനേറ്റ് ചെയ്യണോ ബി എലിമിനേറ്റ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. സിയിൽ നോക്കിയേ, ടു എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് മെലനോമ ഇൻ പോപ്പുലേഷൻസ് ഓഫ് സെൽറ്റിക് ഒറിജിൻ. അതായത് സെൽറ്റിക് ഒറിജിൻ പോപ്പുലേഷനിൽ മെലനോമയുടെ കോസും, അതായത് സെൽറ്റിക് പോപ്പുലേഷനും പിന്നെ വരുന്നത് യു വി എക്സ്പോഷർ, ഇത് രണ്ടുമാണ് റീസൺ. അല്ലാതെ സെൽറ്റിക് ഒറിജിനിലുള്ള ആൾക്കാരുടെ കോസ് അല്ലല്ലോ പറയണേ. രണ്ട് ഫാക്ടർ ആയിട്ട് പറയുന്നത് സെൽറ്റിക് ഒറിജിൻ അല്ലെ. കാണിച്ചു തരാം. ഇവിടെ സെൽറ്റിക് ഒറിജിനിലും പിന്നെ യു വി എക്സ്പോഷർ വരുന്നിടത്ത്, അല്ലാതെ സെൽറ്റിക് ഒറിജിന്റെ അകത്തുള്ള കോസസ് അവിടെ പിന്നെ പറയുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ബിയിലേക്ക് പോകും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. പർപ്പസ് ആണെങ്കിലും ചില കേസസിൽ നമുക്ക് അവിടെ കീവേഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോഴത്തേക്കും ഇവിടെ ദെയർ ഫോർ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ. ഇനി ഡയറക്റ്റ് ആയിട്ട് അവിടെ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് രണ്ട് ഓപ്ഷനിൽ വന്നില്ലെങ്കിൽ മാത്രം മറ്റുള്ള ഓപ്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, മറ്റുള്ള സെന്റൻസുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടൊരു റീസൺ ആയിട്ട് പറയുന്നില്ല അല്ലെ. പിന്നെ ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് ആണ് പ്രിഡോമിനന്റ്ലി റെസ്പോൺസിബിൾ എന്ന് അവിടെ പറയുന്നുണ്ട് അല്ലെ. രണ്ട് ഫാക്ടേഴ്സ് ആണ് പ്രിഡോമിനന്റ്ലി മെയിൻ ആയിട്ട് റെസ്പോൺസിബിൾ. സോ അതും ഒരു ചെറിയൊരു അല്ലെ ഇമ്പോർട്ടൻസ് അതിനും വരുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ ആ സെന്റൻസ് നമുക്ക് എടുക്കാം. പക്ഷേ ഇത് ഇവിടെ നോക്കിയേ, ഓസ്ട്രേലിയയിൽ മെലനോമ തേർഡ് മോസ്റ്റ്, അത് നോർമൽ ഒരു സെന്റൻസ് ആയിട്ടാണ് പറയുന്നത് അല്ലെ. ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അവിടെ പറയുന്നില്ല. സോ അതുകൊണ്ടാണ് ആ എ സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തത് അല്ലെ. പിന്നെ സി എന്ന് പറയുന്നത് ഡയറക്റ്റ് എലിമിനേഷൻ ആണ്. അപ്പൊ പിന്നെ ആൻസർ ബിയിലേക്ക് വരും. കണ്ടുപിടിച്ച മനസ്സിലായാലും എങ്ങനെയാണെന്ന്, ഇത് എങ്ങനെ കണ്ടുപിടിച്ചത് എന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. സോ ആ എക്സ്പ്ലനേഷൻ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നല്ല കൺഫ്യൂഷൻ വരിക. അതായത് വാട്ട് ഷുഡ് എംപ്ലോയീസ് ഡിക്ലെയർ. എംപ്ലോയീസ് എന്താണ് ഡിക്ലെയർ ചെയ്യേണ്ടത്?
സോ ഇത് ഒരു കീവേഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. നോക്കിക്കേ, വാട്ട് ഷുഡ് എംപ്ലോയീസ് ഡിക്ലെയർ. അപ്പൊ എംപ്ലോയീസ് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യം എന്താണ്? സോ എംപ്ലോയീസ് ഡിക്ലെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എവിടെയാണോ പറയുന്നത് അത് നമ്മൾ ആൻസറിലേക്ക് എടുക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എംപ്ലോയീസ് മസ്റ്റ് ഡിക്ലെയർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സെന്റൻസ് ആൻസറിലേക്ക് എടുക്കണം അല്ലെ. എന്താണ്? ഓൾ നോൺ ടോക്കൺ ഗിഫ്റ്റ്, നോൺ ടോക്കൺ ആയിട്ടുള്ള എല്ലാ ഗിഫ്റ്റും, അവർക്ക് ഓഫർ ചെയ്ത നോൺ ടോക്കൺ ആയിട്ടുള്ള എല്ലാ ഗിഫ്റ്റ്സും റിഗാർഡ്ലെസ് ഓഫ് വെദർ ഓർ നോട്ട് ദോസ് ഗിഫ്റ്റ്സ് ആർ ആക്സെപ്റ്റഡ്. ഈ ഗിഫ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ നോൺ ടോക്കൺ ഗിഫ്റ്റ്സും നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇനി ഇഫ് മൾട്ടിപ്പിൾ ഗിഫ്റ്റ്സ്, ബെനിഫിറ്റ്സ് ഓർ ഹോസ്പിറ്റാലിറ്റി ആർ റിസീവ് ഫ്രം ദ സെയിം ഡോണർ ബൈ ആൻ എംപ്ലോയി ആൻഡ് ദ ക്യുമുലേറ്റീവ് വാല്യൂ ഓഫ് ദീസ് ഈസ് more than $50, then each individual gift, benefit or hospitality event must be declared. ശ്രദ്ധിക്കണം, മൾട്ടിപ്പിൾ ഗിഫ്റ്റ് അല്ലെ, ഒന്നിൽ കൂടുതൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സെയിം ഡോണറിന്റെ അടുത്ത് നിന്ന് നമ്മൾ റിസീവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ എംപ്ലോയി, അതുപോലെ തന്നെ അതിന്റെ മൊത്തത്തിലുള്ള വാല്യൂ, ക്യുമുലേറ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ എല്ലാം കൂടെ ടുഗദർ ആഡ് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ എന്ന് പറയുന്നത് $50 മുകളിലാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഗിഫ്റ്റും നമ്മൾ എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം അല്ലെ. അപ്പൊ ശ്രദ്ധിക്കണം, എല്ലാ നോൺ ടോക്കൺ ഗിഫ്റ്റും നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇനി മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഗിഫ്റ്റും അതിന്റെ വാല്യൂ, ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് $50 മുകളിലാണെങ്കിൽ ഓരോ ഗിഫ്റ്റും നമ്മൾ എടുത്തെടുത്ത് ഡിക്ലെയർ ചെയ്യണം. അല്ലെങ്കിൽ അല്ലെ, ലെസ് ദാൻ 50 ആണെങ്കിൽ മൊത്തത്തിൽ നമ്മൾ അങ്ങ് ഡിക്ലെയർ ചെയ്താൽ മതി അല്ലെ. പക്ഷേ $50 മുകളിലാണെങ്കിൽ ഓരോ ഗിഫ്റ്റും നമ്മൾ എടുത്തെടുത്ത് ഡിക്ലെയർ ചെയ്യണം. അതവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനത് പർപ്പസ്ഫുള്ളി അത് ഒന്ന് എന്താണ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞതാണ്. അതിന്റെ റീസൺ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്തത്, ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ഫിനാൻസ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ എൻട്രി ഗിഫ്റ്റ്സ്. അതായത് ഗിഫ്റ്റ്സ് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ ആളുടെ ഡ്യൂട്ടിയാണ്. നമ്മളോട് ചോദിച്ചിരുന്നത് അതാണ്, എംപ്ലോയീസ് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. ഇനി അടുത്ത, ദ റിവ്യൂ ഷുഡ് ഇൻക്ലൂഡ് അനാലിസിസ്. റിവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം പറയുന്നുണ്ടോ? എംപ്ലോയീസ് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യം എന്താണെന്നല്ലേ ചോദിക്കുന്നത്. ദ ഓഡിറ്റ് കമ്മിറ്റി വിൽ റിസീവ് എ റിപ്പോർട്ട്. ഓഡിറ്റ് കമ്മിറ്റിക്ക് ഒരു റിപ്പോർട്ട് റിസീവ് ചെയ്യും, പറയുന്നുണ്ടോ? ഇല്ല. എംപ്ലോയീസ് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഈ രണ്ടാമത്തെ സെന്റൻസ് അല്ല, രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫ് കൂടെ വായിച്ചാൽ ഇൻ കേസ് അത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സെന്റൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരും. സോ ആവശ്യമില്ലാത്ത സെന്റൻസുകൾ വായിക്കാതെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ വേണം. ഓരോ സെന്റൻസ് വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കണം. പർപ്പസ് ടൈപ്പ് ആണെങ്കിൽ മാത്രം നമ്മൾ മൊത്തത്തിൽ വായിച്ചു പോയാൽ മതി. അപ്പൊ ഇവിടെയും ഇന്ന് ഒരെണ്ണം പർപ്പസും ഒരെണ്ണം കീവേഡും ആണ് കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ പർപ്പസ്, കീവേഡ് അങ്ങനെ അങ്ങനെ എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ഒരു ഐഡിയ കിട്ടും കേട്ടോ. അതായത് ബി പാർട്ടിൽ ഇപ്പൊ 3 ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ 2 ശരിയായിട്ടുള്ളവർക്ക് എങ്ങനെ പോലെ ഒരെണ്ണം കൂടെ അഡീഷണൽ നിങ്ങൾക്ക് ശരിയാവും കേട്ടോ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ അത് ഞാൻ ഗ്യാരണ്ടി ആണ്. പക്ഷെ ഈ രീതിയിൽ തന്നെ ചെയ്തു പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താണ് ഇവിടെ പറയുന്നതിന്റെ ഐഡിയ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ എന്താണ് ഇതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഒരു അല്ലെ ഐഡിയാസ് മറന്നു കാണും. ഒന്നുകൂടെ ഞാൻ പറയാണ്. അതായത് എല്ലാ നോൺ ടോക്കൺ ഗിഫ്റ്റും അല്ലെ ഓഫർ ചെയ്യുന്നത് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. മൾട്ടിപ്പിൾ ഗിഫ്റ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റാലിറ്റിയോ അത് അല്ലെ സെയിം ഡോളറിന്റെ അടുത്തുനിന്ന് ഇനി $50 മുകളിലാണ് അതിന്റെ വാല്യൂ എങ്കിൽ, മൊത്തത്തിലുള്ളതിന്റെ വാല്യൂ എങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഗിഫ്റ്റും നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇനി നോക്കിക്കേ ഇതിന്റെ ഓപ്ഷൻസ്. അത് രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മൾ നോക്കിയില്ല. നോക്കിക്കേ, എവറി ഐറ്റം റിസീവ് ഫ്രം വൺ ഡോണർ. ഒരു ഡോണറിന്റെ അടുത്തുനിന്ന് റിസീവ് ചെയ്യണ ഓരോ ഐറ്റവും അതവിടെ പറയുന്നുണ്ട്. ഓരോ ഐറ്റം നമ്മൾ ഡിക്ലെയർ ചെയ്യണം. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ലേ? $50 മുകളിലാണെങ്കിൽ ഓരോ ഐറ്റം ഡിക്ലെയർ ചെയ്യുക, ഇല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ഡിക്ലെയർ ചെയ്താൽ മതി എന്നാണ് പറയുന്നില്ലേ. സോ ഇവിടെ ഒരു കണ്ടീഷനും കൂടെ പറഞ്ഞാണ് അല്ലെ. ഓവർ $50 എന്ന് വന്നിരുന്നെങ്കിൽ അത് എടുത്തായിരുന്നു. പക്ഷെ അങ്ങനെ അവിടെ പറയുന്നില്ലല്ലോ. എല്ലാം നമ്മൾ ഓരോന്നും ഡിക്ലെയർ ചെയ്യണം. അല്ല, $50 മുകളിലാണെങ്കിൽ ഡിക്ലെയർ ചെയ്താൽ മതി മൊത്തത്തിലുള്ള അതിന്റെ വാല്യൂ. സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈച്ച് ഐറ്റം ഫ്രം വൺ ഡോണർ വാല്യൂഡ് ഓവർ $50. ഇതും കൺഫ്യൂഷൻ വരും. പക്ഷെ ഇവിടെ പറയുന്നത് ഓരോ ഐറ്റത്തിനും $50 വെച്ചിട്ട് അതിന്റെ മുകളിൽ വാല്യൂ, അങ്ങനെയല്ലല്ലോ. മൊത്തത്തിൽ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ $50 മുകളിലാണെങ്കിലാണ് നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ഡിക്ലെയർ ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ പിന്നെ എയും ബി എലിമിനേറ്റ് ചെയ്ത സ്ഥിതിക്ക് ആൻസർ സിയിലേക്ക് പോയല്ലേ. എങ്ങനെയാണ്? എവറി ഐറ്റം ഫ്രം വൺ ഡോണർ, അതവിടെ പറയുന്നുണ്ട് അല്ലെ. എവറി ഐറ്റം ഫ്രം വൺ ഡോണർ. ഇനി ഇഫ് ദ കമ്പൈൻഡ് വാല്യൂ, അതായത് ക്യുമുലേറ്റീവ് വാല്യൂ അല്ലെ, മൊത്തത്തിൽ ആഡ് ചെയ്യുന്നത് ഈസ് മോർ ദാൻ 50. അതായത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ $50 സെയിം ഡോളറിന്റെ അടുത്ത് നിന്ന് റിസീവ് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഐറ്റവും എടുത്ത് ഡിക്ലെയർ ചെയ്യണം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പാസേജിൽ കിടക്കുന്നത് അതേപോലെ പറയുന്നത് സി ആണ്. ഇവിടെ ഒരു പ്രശ്നം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുവേ. ഓരോന്നും എയും ബി ഒക്കെ വായിക്കുമ്പോൾ നല്ല കൺഫ്യൂഷൻ വരും. ഞാനിപ്പോ ഇങ്ങനെ തന്നെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റേ.
പക്ഷെ നിങ്ങൾ തനിയെ ചെയ്യുമ്പോൾ ഇവിടെ എയും ബിയും നല്ല കൺഫ്യൂഷൻ വരും കേട്ടോ. ആ ഒരു $50 ഓപ്ഷൻ ബി ഒക്കെ നല്ല കൺഫ്യൂഷൻ വരും. അതുപോലെ ഓരോ ഐറ്റവും അല്ലെ, ഒരു ഡോളറിന്റെ അടുത്ത് നിന്നുള്ള ഓരോ ഐറ്റവും അത് പറയുന്നുണ്ടല്ലോ. പക്ഷെ $50ന്റെ കണ്ടീഷനും കൂടെ വന്നാലല്ലേ അത് സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് അത് ആൻസറിലേക്ക് എടുക്കാത്തത്. അപ്പൊ എല്ലാം ഇവിടെ പറയുന്നതായിട്ട് തോന്നുന്നേ, കൺഫ്യൂഷൻ വരരുത്. ആറാമത്തെ ആൻസർ, അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ഫോർ ബാറ്റ് ആയിരുന്നു അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് സി ഫോർ ക്യാറ്റ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന്റെ റിപ്ലൈ തന്നോളാം കേട്ടോ. സോ ഇന്ന് നമ്മളൊരു പർപ്പസും കീവേഡും ആണ് നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു.